ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പുഴുങ്ങിയ പൂളക്കിഴങ്ങ് വെച്ചിട്ട് പൂള ചിപ്സ് ഉണ്ടാക്കുക എങ്ങനെയാതാട്ടോ കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയതാട്ടോ അത്. പുഴുങ്ങിയ പൂളക്കിഴങ്ങ് ഉണ്ടാവില്ല, അത് ചിലവാവാതെ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കളയാതെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കട്ടോ, കനല്ലാണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ. ഉപ്പിട്ടല്ലേ പുഴുങ്ങണം, അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ കനല്ലാതെ മുറിച്ചെടുക്കണം കേട്ടോ. കനത്തിൽ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്തെടുത്താൽ ഭയങ്കര ബലമാവും, അപ്പോൾ നൈസായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പൂളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയത് ബാക്കിയുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഒഴിക്കുക, അല്ലെങ്കിൽ വലിച്ചെറിയുക, അതൊക്കെയല്ലേ ചെയ്യുക. ഇങ്ങനെ ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിപ്സായി കിട്ടും കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു, അത്ര ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പൂളക്കിഴങ്ങ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാ പുഴുങ്ങിയതാണ്, ഞാൻ 2 കഷ്ണം 3 കഷ്ണം ബാക്കിയുള്ളൂ കേട്ടോ. ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ പൂളക്കിഴങ്ങ് കഴിക്കില്ലല്ലോ. അതേപോലെ പുഴുങ്ങിയത് 1 കഷ്ണം 2 കഷ്ണമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. എത്ര ബാക്കിയുണ്ടെങ്കിലും ചെയ്യാം. ഇത് നന്നായിട്ട് ഉണക്കിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും എടുത്തേക്കാം കേട്ടോ. നന്നായി ഉണങ്ങി കിട്ടണം, അല്ലെങ്കിൽ പൂത്തു പോകും. വെയിലത്ത് വെച്ചിട്ട് നല്ല ഉണക്കിയെടുക്കുക. ഇതാ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ പരത്തിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി കേട്ടോ. ഒരു ദിവസം വെയിൽ കുറവായിരുന്നു, അപ്പം പിറ്റേ ദിവസം വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണം, ചതവില്ലാതെ പൊട്ടി കിട്ടണം കേട്ടോ. പിന്നെ അത് ചട്ടിയിൽ ഇത്തിരി എണ്ണ വെച്ച് അതിലിട്ട് നന്നായിട്ടൊന്ന് നല്ല ചൂടാവണം കേട്ടോ എണ്ണ. പിന്നെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് വാരിയിട്ടിട്ട് അതിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ലൊരു ചിപ്സാവും. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഗുണമല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക്. കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ അവരെണ്ണ കുറേ ദിവസം എണ്ണയിലൊക്കെ ഇട്ട് മുറിച്ചിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇത് നമുക്ക് ഫ്രഷായി ഉണ്ടാക്കിയെടുക്കാം. പൂളക്കിഴങ്ങ് ഇങ്ങനെ നമ്മൾ ചിപ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കടകളിൽ ആക്കുമ്പോൾ ശരിയാവും, നമ്മൾ വീട്ടുകളിൽ ആക്കുമ്പോൾ അത്ര ശരിയാവില്ലല്ലോ. ഇതിങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലോണം മുരിഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ വരുമ്പോൾ കോരിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ല കത്തിക്കൊന്നുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടി കൊടുത്ത് കുറച്ചെണ്ണാന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് തികഞ്ഞില്ല ഇവിടെ ഉണ്ടാക്കിയത്, കുറച്ചായിട്ട്. ടേസ്റ്റും കൊണ്ടാട്ടോ, അല്ലെങ്കിൽ ആരും കഴിക്കില്ല. ടേസ്റ്റ് ഇല്ലെങ്കിൽ കുട്ടികളൊന്നും തീർന്നു നോക്കൂല, ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ എടുക്കുള്ളൂ. ചെറിയ കുട്ടികൾക്കൊക്കെ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കണേക്കാൾ നല്ലതാട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യാത്തത്. എത്രയേ ഉള്ളൂ, ചിപ്സായി. അസ്സലാമു അലൈക്കും.